അപ്പോ എല്ലാവരും റെഡിയാണ്. റെഡിയായ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കുറച്ചു മുമ്പേ ഒരു ദൃശ്യം കാണിച്ചായിരുന്നു. നമ്മുടെ കുറച്ച് ചേച്ചിമാർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് താളം തിരുവാതിര സംഘമാണ്. തിരുവാതിര സംഘം ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഈ താളത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷമായിട്ട് ഇവർ നമുക്കിടയിലുണ്ട്. അപ്പോ ഒരു ന്യൂസ് ചാനലിലൂടെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം അത് ഈ രഥോത്സവത്തിന് പങ്കുവയ്ക്കാൻ പോകണല്ലേ? താളം തിരുവാതിരക്കളി കൂട്ടായ്മയിലെ തിരുവാതിരക്കളിയാണ് ഇപ്പോ അരങ്ങേറാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോർട്ടറിലൂടെ അരങ്ങേറാൻ തയ്യാറാണ്. അപ്പൊ നേരെ നമുക്ക് തിരുവാതിരയിലേക്ക് പോകാം. താളത്തിന്റെ കൽപ്പാത്തി രഥോത്സവത്തിലേക്കുള്ള പെരുക്കം ഈ കൈകൊട്ടിക്കൊളിയോടെ ആവട്ടെ. അപ്പൊ തിരുവാതിരയിലേക്ക് മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. സർപ്പനായക ഭൂഷേന്ദ്രം സാംബശിവരുടെ ചാരുകളത്തിൽ സർപ്പനായക ഭൂഷേന്ദ്രം സാംബശിവരുടെ ചാരുകളത്തിൽ വിഘ്നമൊഴിഞ്ഞൊരു നാളിലകാത്മജ ഭരണമാലികയുമമ്മുര പാർവണീന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. ആമ്യദർശന ദേവി തിങ്ങി കാമഹരരുടെ പുണ്യശരീരം. ആമ്യദർശന ദേവി തിങ്ങി കാമഹരരുടെ പുണ്യശരീരം. ആദിയും അഴകിൽ പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. നിദ്ര നീങ്ങിയല്ലും പകലും മഹേശരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. അങ്ങനെ വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ അടുത്താണ് നമ്മൾ ഈ തിരുവാതിരകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശൈലപുത്രിക്ക് വേണ്ടി പാടിക്കൊണ്ടാണ് ആ തിരുവാതിര ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുക്കുമ്പോൾ നമുക്കൊപ്പം താഴെ ഇതൊക്കെ ഇരുന്ന് കാണുന്ന എല്ലാ തലമുറയിലും പെട്ട ആളുകളുണ്ട് കേട്ടോ. ജെൻസിക്കൊക്കെ ഇപ്പോൾ തിരുവാതിര ഇഷ്ടമാണ്.